ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, അതായത് ഓൾറെഡി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി, റീമാനിഫെസ്റ്റേഷന് വേണ്ടി ട്രൈ ചെയ്യണം. ചില ആളുകൾക്ക് എന്തെങ്കിലും കാരണത്താൽ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള റീസൺ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമായിരിക്കാം. എനിവേസ്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമ്മളുടെ ലൈഫിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ ഒന്നുകൂടി ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് കറക്റ്റായി വെർബലി ഓപ്പോസിറ്റ് നിൽക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് റീഅട്രാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയോട് പറയേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും ഇത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി നമ്മുടെ ലൈഫിൽ നിന്നും ആ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായി പോകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫിയർ കൂടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കരയും, അല്ലെങ്കിൽ അവരോട് ബെഗ് ചെയ്യും, അവരെ ചേസ് ചെയ്യും. അവർക്ക് തന്നെ ഇറിറ്റേഷൻ ആകുന്ന രീതിയിൽ നമ്മൾ അവരെ നിരന്തരമായി കോൾ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ചെയ്യണ്ട എന്നുള്ളതാണ്. ഒരു പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു തരം ഒരു ധൃതി ഉണ്ടായിരിക്കും മൈൻഡിൽ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരിക്കും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുമോ, അല്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഫിയർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മിസ്റ്റേക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഈ ഒരു സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ സ്വയം ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ വേറെ ഒന്നുമില്ല, അങ്ങനെയുള്ള ഇമോഷൻസ്, അങ്ങനെയുള്ള ഫീലിങ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് കൊടുക്കരുത്. ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഇമോഷൻസിനെ സ്വയം ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷെ കുറച്ച് ദിവസമോ കുറച്ച് സമയമോ അതിനെടുത്തേക്കാം. പക്ഷെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റീമാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ കുറച്ചുകൂടി കെയർ ചെയ്യാനും നിങ്ങളുടെ ഇമോഷൻസിനെ ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് സ്വയം ഹാൻഡിൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും അത് അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല. പകരം നിങ്ങളുടെ ഇമോഷൻസിനെ സ്വയം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ ഡൗൺ ആണ്, അല്ലെങ്കിൽ എനിക്ക് അവളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അവനില്ലാതെ പറ്റില്ല എന്നൊക്കെ പലപ്പോഴും അവരോട് പറയാതെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള മറ്റുള്ള ആളുകളോട് പറയും. ഇങ്ങനെയും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് അതുപോലെ അവിടെ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യവും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിൽ മറ്റേതെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വളരെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മൈൻഡിനെ ഒന്ന് കൂളാക്കാം. ഇനി അഥവാ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കേസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്, നിങ്ങളുടെ ആവശ്യം എന്താണ്. ഒരു പക്ഷെ ചില ആളുകൾക്ക് ആ ബ്രേക്കപ്പിൽ നിന്നും ഓവർകം ചെയ്യാന്നുള്ളതായിരിക്കും, മെന്റലി ഓക്കെ ആയി വീണ്ടും ആ ഒരു പഴയ ഹാപ്പിനെസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും. ചില ആളുകൾക്ക് ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും. ഈ രണ്ട് കേസായാലും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എനിവേസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ സജഷൻ, എന്ത് ആക്ടിവിറ്റിയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും അധികം സമയം എടുക്കാതെ നമുക്ക്
ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം, മൈൻഡ് ഓക്കെ ആക്കാം. അതല്ലാതെ അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല, അല്ലെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും കാരണവശാൽ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കുക, അത് നമ്മുടെ ലൈഫിന്റെ ഒരു എൻഡ് അല്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏത് കാര്യമാണെങ്കിലും അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളിലേക്ക് നോക്കുക, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ സൊല്യൂഷൻ സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇതൊരു എൻഡാണ് എന്ന രീതിയിൽ ഒരിക്കലും കണക്കാക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ഒന്നുകൂടി റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയതെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എൻഡാണ് എന്ന രീതിയിൽ ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അത് മനസ്സിലാക്കുക. അതല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒക്കെ ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതും സാധ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങളാണ് ആദ്യം ഫോളോ ചെയ്യേണ്ടത്. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങൾ കൂടിയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അഥവാ നിങ്ങൾക്ക് ഏത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അറിയില്ല, അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി 4ാമത്തെ കാര്യം, നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ ലൈഫിൽ പിടിച്ചു നിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകൾ ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓക്കെ പറയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. മാത്രമല്ല ഇത് കൂടുതൽ ഹേർട്ട് ആകാനുള്ള, കൂടുതൽ വിഷമിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് പിന്നീട് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹിച്ച ഒരു വ്യക്തിയുമായിട്ട് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും വർക്കൗട്ട് ആകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ വർക്കൗട്ട് ആകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, നിങ്ങൾക്ക് 100% അത് ഷുവർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓക്കെ പറയാവൂ. അല്ലാത്ത കേസുകളിൽ നോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ലൈഫിനെ തന്നെ വളരെ കെയർലെസ് ആയി കാണുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹോബീസ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ്, നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടായിരിക്കും, പഠിക്കാനുണ്ടായിരിക്കും, വർക്ക് ചെയ്യാനുണ്ടായിരിക്കും, ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് നേടേണ്ട ഒരു സമയം, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയം കൂടി ആയിരിക്കും. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് എന്ന് ഓർക്കുന്ന സമയത്ത് പലപ്പോഴും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലായി മാറാറുണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഓവർകം ചെയ്യുകയാണ് വേണ്ടത്. സോഷ്യൽ ആവുക, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് സോഷ്യൽ ആവുക, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് സ്വയം നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ പുറത്തുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്കും അത് തനിയെ അത് അവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും ഒരു കാരണവശാൽ കുറച്ച് അകലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, തിരിച്ചു വന്നാൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒട്ടും പ്രോഗ്രസീവ് അല്ലാതെ, അതല്ലെങ്കിൽ വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു, വീണ്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അത് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുന്ന, തിരുത്താൻ തയ്യാറായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു സമയം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ തികച്ചും നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ആവുക, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതിനു വേണ്ടി ട്രൈ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്